മന്ത്രി വി എൻ വാസവൻ നേരത്തെ മരിച്ച ബിന്ദുവിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നേരത്തെ തന്നെ അവിടെ കുടുംബം അറിയിച്ചതാണ് മന്ത്രിമാർ ഒരുപക്ഷെ എത്തിയേക്കും എന്ന ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ മന്ത്രി വി എൻ വാസവൻ അവിടെ എത്തിയിട്ടുണ്ട്. കോട്ടയത്ത് നിന്നുള്ള മന്ത്രിയാണ് വി എൻ വാസവൻ. അവിടെ കോട്ടയത്ത് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിൻ്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടെ കൂടിയാണ് ഈ സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയായത്. ആ സമയത്ത് സർക്കാർ പ്രതിനിധികൾ ഉണ്ടായിരുന്നെങ്കിലും മന്ത്രിമാർ ഇപ്പോൾ ആ വീട്ടിലേക്ക് എത്തുന്നു. ആദ്യം വി എൻ വാസവൻ എത്തുന്നു. 2 ദിവസത്തിനുള്ളിൽ പക്ഷേ ആരോഗ്യമന്ത്രി എത്തുമെന്നൊക്കെയുള്ള വിവരം നേരത്തെ ലഭിച്ചതുമാണ്. ആ വീട്ടിനകത്ത് കയറി കുടുംബാംഗങ്ങളെ കാണുകയാണ് മന്ത്രി വി എൻ വാസവൻ. ഇന്നലെ ഉൾപ്പെടെയുള്ള സംഭവങ്ങളിലൊക്കെ മന്ത്രിമാർ നടത്തിയ പ്രതികരണങ്ങളിലൊക്കെ ഇവിടുത്തെ കുടുംബാംഗങ്ങളും അവരുടെ ആക്ഷേപങ്ങളും പരാതികളും സങ്കടമൊക്കെ അറിയിച്ചതാണ്. ഇപ്പോൾ ഈ വലിയ ദുരന്തം സംഭവിച്ചതിന് പിന്നാലെ ആ വീട്ടിലേക്ക് മന്ത്രി നേരിട്ട് തന്നെ എത്തിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ഒപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികളും സർക്കാർ ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ തന്നെ മന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. അവിടെ വീട്ടിനകത്തേക്ക് ഇപ്പോൾ കയറി അവിടെ വലിയ ദുഃഖഭാരത്താൽ വിതുമ്പുന്ന ബിന്ദുവിൻ്റെ കുടുംബാംഗങ്ങളെ മന്ത്രി നേരിൽ കാണുകയാണ്. അവരുടെ സങ്കടത്തോടൊപ്പം തന്നെ സർക്കാർ ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രി നേരത്തെ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയതുമാണ്. ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും അത് ആ കുടുംബത്തിന് നൽകും എന്ന ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയിരുന്നു. ഒരുപക്ഷെ അതിന് പിന്നാലെ ഇപ്പോൾ മന്ത്രി തന്നെ നേരിട്ട് ആ വീട്ടിലേക്ക് എത്തുമ്പോൾ സർക്കാർ സ്വാഭാവികമായിട്ടും ഒരു നല്ല സഹായം അവർക്ക് ചെയ്യും എന്ന ചില സൂചനകളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ നാട്ടുകാർ ഉൾപ്പെടെ പറഞ്ഞതാണ് ഇവിടെ ബിന്ദുവിൻ്റെ മകൾക്ക് ഒരു ജോലി, സർക്കാർ ജോലി നൽകണം, അങ്ങനെയെങ്കിൽ ആ കുടുംബം ഒന്ന് രക്ഷപ്പെട്ടു പോകണം എന്നൊക്കെയുള്ള വിവരങ്ങൾ നേരത്തെ നാട്ടുകാർ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ സർക്കാർ എന്താണ് ഈ വിഷയത്തിൽ എടുക്കാൻ പോകുന്ന നിലപാട് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നിതിൻ അംബുജൻ അവിടെ നിന്നും വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. നിതിൻ, മന്ത്രി ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ അവിടെ ഉണ്ട്. ഈ കുടുംബത്തിനുള്ളൊരു ധനസഹായമോ അല്ലെങ്കിൽ അവർക്ക് സഹായ പ്രഖ്യാപനമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? പ്രജിൻ, അങ്ങനൊരു ധനസഹായ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനു മുമ്പായി ആദ്യഘട്ട ഒരു ധനസഹായം എന്ന നിലയിൽ ഒരു തുക ഇന്നിപ്പോൾ ഇവിടെ പ്രഖ്യാപിക്കും അല്ലെങ്കിൽ കൈമാറുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥരുമുണ്ട്. മന്ത്രി അല്പസമയമാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ കോട്ടയം എത്തിയതിനു ശേഷം തലവലപ്പറമ്പിലെ ബിന്ദുവിന്റെ വീട്ടിൽ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, രാവിലെ മുതൽ തന്നെ ഈ കുടുംബം ഉന്നയിച്ച വലിയ പരാതിയായിരുന്നു, ആരും ആശ്വാസവാക്കുമായി ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത്. പക്ഷേ അതിനുശേഷം മന്ത്രി വീണ ജോർജ് സംസാരിച്ചു. ഇപ്പോൾ മന്ത്രി ബി എൻ വാസവൻ നേരിട്ട് ബിന്ദുവിന്റെ വീട്ടിലെത്തി ഇപ്പോൾ കുടുംബത്തെ സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തിന്റെ ദുഃഖത്തിനൊപ്പം പങ്കുചേരുന്നു എന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇപ്പോൾ കൂടിക്കാഴ്ച ശേഷം ഏത് നിലയിലുള്ള സഹായമാണ് കുടുംബത്തിന് ലഭിക്കാൻ പോകുന്നത് എന്ന് സംബന്ധിച്ച് ഇപ്പോൾ ഒരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ അത്തരമൊരു തീരുമാനത്തിനെ സംബന്ധിച്ചൊരു പ്രതികരണമോ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാം, തുടക്കം മുതൽ തന്നെ വലിയ വിമർശനമെല്ലാം തന്നെ സർക്കാരിനെതിരെയും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെയും ഉയർന്നിരുന്നു. പക്ഷേ അതിനുശേഷം കലക്ടർ ഇന്ന് രാവിലെ നേരിട്ടെത്തി ഇവിടെ സന്ദർശിച്ചു. ഇപ്പോൾ വീണ്ടും കലക്ടറും അതോടൊപ്പം മറ്റുദ്യോഗസ്ഥരും കുടുംബത്തെ സന്ദർശിക്കാനായി എത്തിയിരിക്കുകയാണ്. മന്ത്രി വി എൻ വാസവന്റെ ഒപ്പമുണ്ട്. നമുക്കറിയാം, ഇന്നിപ്പോൾ മന്ത്രി ഏതെങ്കിലും തരത്തിലൊരു ആശ്വാസവാക്കുകൾക്കൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലൊരു പ്രഖ്യാപനം, സഹായത്തിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് കുടുംബത്തിനുമുള്ളത്. എന്തായാലും ആ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അല്പസമയത്തിന് തന്നെ ഈ സന്ദർശേഷം മന്ത്രിയുടെ വാക്കുകൾ നമ്മൾ പ്രതികരണം നമുക്ക് ലഭിക്കും. എന്തായാലും കൂടിക്കാഴ്ച ഇപ്പോഴും സന്ദർശനം ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മന്ത്രി വി എൻ വാസവൻ അവിടെ ബിന്ദുവിൻ്റെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയാണ്. ഭർത്താവ് വിശ്രുതനുമായി ഇപ്പോൾ സംസാരിക്കുന്നു. ഇന്നലെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ മന്ത്രി അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. മരണകാരണമായത് തലക്കേറ്റ ക്ഷതമാണ് എന്നൊക്കെയുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ നേരത്തെ തന്നെ ഉച്ചയോടെ കൂടി പുറത്തു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അവിടെ മന്ത്രി സൂചിപ്പിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ആ കുടുംബത്തോടൊപ്പം സർക്കാർ ഉണ്ട് എന്നുള്ള കാര്യം നേരിട്ട് തന്നെ അറിയിക്കുക എന്നതിലേക്ക് ഒരു പക്ഷേ അതിൻ്റെ ഭാഗമായിട്ടാകാം ഒരു മന്ത്രി എന്ന നിലയിൽ തന്നെ ഇപ്പോൾ വി എൻ വാസവൻ അവിടെ എത്തിയത്. മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ അക്കാര്യം ഇന്ന് നേരത്തെ അറിയിച്ചതാണ്. പൂർണ്ണമായും ആ കുടുംബത്തോടൊപ്പം, ബിന്ദുവിൻ്റെ കുടുംബത്തോടൊപ്പം സർക്കാർ ഉണ്ടാകും, ചെയ്യാൻ കഴിയുന്ന സഹായങ്ങളെല്ലാം ആ കുടുംബത്തിന് നൽകും, അനുഭാവപൂർവമായ അനുകൂലമായ ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകും എന്ന സൂചനകൾ ആ വാർത്താക്കുറിപ്പിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു. അതിന് പിന്നാലെ നേരിട്ട് മന്ത്രി തന്നെ ഈ വീട്ടിലേക്ക് എത്തി ആ ഉറപ്പ് അത് ഇപ്പോൾ നൽകുകയാണ്. സർക്കാർ ഒപ്പം ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകുകയാണ്. അതിനായിട്ട് കൂടി തന്നെയാണ് ഈ സന്ദർശനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ നമുക്കറിയേണ്ടത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ബിന്ദുവിൻ്റെ ഈ കുടുംബത്തിന് സർക്കാർ എന്ത് സഹായം നൽകും എന്നുള്ളതാണ്. മകൾക്കൊരു ജോലി എന്ന ആവശ്യം, അത് നാട്ടുകാർ ഉൾപ്പെടെ കുടുംബത്തെക്കാൾ കൂടുതൽ ഈ കുടുംബത്തെ നന്നായി അറിയാവുന്ന അയൽവാസികളും നാട്ടുകാരുമാണ്
അവർക്ക് ഏറ്റവും ആവശ്യം ഒരു ജോലിയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ബിന്ദുവിൻ്റെ മകൾക്ക് ഒരു ജോലി ലഭിച്ചാൽ ആ കുടുംബത്തിനത് വലിയ താങ്ങാവുമെന്ന് നാട്ടുകാർ പല സമയങ്ങളിലായി ഇതിനോടൊപ്പം തന്നെ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷേ സർക്കാർ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അത് വലിയ സഹായകമാകുമെന്ന അഭിപ്രായമാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത്. ഇപ്പോൾ ബിന്ദുവിൻ്റെ മകനുമായും ഒപ്പം തന്നെ ഭർത്താവ് വിശ്രുതനുമായും അവിടെ സംസാരിക്കുന്നുണ്ട് മന്ത്രി വി എൻ വാസവൻ. നിതിൻ തുടരുന്നുണ്ട്. നിതിൻ, നമുക്കറിയുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നമ്മൾ നേരത്തെ കണ്ടതാണ്. സംസ്കാര ചടങ്ങിൻ്റെ സമയത്തൊക്കെ വികാരനിർഭര രംഗങ്ങൾ നമ്മൾ കണ്ടതാണ്. മക്കളൊക്കെ വാവിട്ട് കരയുന്നതും വിശ്രുതൻ വലിയ രീതിയിൽ വിഷമത്തിലാവുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആ കുടുംബത്തിന് പൂർണ്ണ പിന്തുണ സർക്കാർ നൽകും എന്നത് നേരിട്ടറിയിക്കാൻ തന്നെയല്ലേ മന്ത്രി അവിടെ എത്തിയിരിക്കുന്നത്? പ്രജിൻ, തീർച്ചയായും ആ ഒരു ഉറപ്പ് സർക്കാർ നൽകാൻ തന്നെയാണ് ഇപ്പോൾ നേരിട്ട് ബിന്ദുവിൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ബിന്ദുവിൻ്റെ ഭർത്താവും അതോടൊപ്പം തന്നെ ബിന്ദുവിൻ്റെ അമ്മയും നമുക്ക് ദൃശ്യത്തിൽ തന്നെ കാണാം. മന്ത്രിയോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഈ കുടുംബത്തിനുണ്ടായ ഈ അവസ്ഥ അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി തന്നെ കുടുംബം ഉന്നയിച്ച പരാതി അടക്കമുള്ള കാര്യങ്ങൾ മന്ത്രിയെ ധരിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കുടുംബത്തിനൊരു സഹായം അത് ഏത് നിലയിൽ ഉണ്ടാകും എന്നുള്ള ചോദ്യം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. അതിനുള്ള ഉത്തരം എന്തായാലും അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാകും. ഇന്നൊരു പക്ഷേ കളക്ടറും മന്ത്രിയും ജില്ലാ കളക്ടറും ചേർന്ന് ഒരു ധനസഹായത്തിൻ്റെ ആദ്യ ഗഡു നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് ഒരു പക്ഷേ ഈ ഒരു സന്ദർശനത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ ദുഃഖത്തോടു കൂടിയാണ് തനിക്കുണ്ടായ ഈ ദുരവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ ബിന്ദുവിൻ്റെ ഭർത്താവ് മന്ത്രിയോട് വിശദീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബിന്ദുവിൻ്റെ അമ്മയും ഉണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ഈ ഒരു വീട്ടിലെ സാഹചര്യം നമ്മളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇപ്പോഴും വിശ്രുതൻ ചില കാര്യങ്ങളൊക്കെ തന്നെ, ബിന്ദുവിൻ്റെ ഭർത്താവാണ് വിശ്രുതൻ, കാര്യങ്ങളൊക്കെ തന്നെ കുടുംബത്തിൻ്റെ അവസ്ഥ ഒക്കെ കൃത്യമായി തന്നെ മന്ത്രിയെ അറിയിക്കുകയാണ്. നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ്. വിശ്രുതൻ അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആളാണ്. ആ കുടുംബത്തെ പൊറ്റിയിരുന്നത്, ആ കുടുംബത്തിന് ആശ്രയമായി ഉണ്ടായിരുന്നത് ബിന്ദുവാണ്. ബിന്ദു ജോലി ചെയ്തുണ്ടാക്കിയ പണം കൊണ്ടാണ് ആ കുടുംബം കഴിഞ്ഞു പോകുന്നത്. മാത്രമല്ല 2 കുട്ടികളെയും പഠിപ്പിച്ചത് ബിന്ദു തന്നെയാണ് എന്ന് വിശ്രുതനല്ല കുട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. നമ്മളതൊക്കെ കണ്ടതാണ്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ അവസ്ഥ അത്രമേൽ ദയനീയമാണ്. അവർക്കൊപ്പം സർക്കാർ ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ ആശ്വാസം തന്നെയാണ്. പക്ഷേ അത് ഏത് രീതിയിലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇനി വരേണ്ടതുണ്ട്. എന്തായാലും ഒരു ജോലി അത് മകൾക്ക് നൽകണം എന്ന നാട്ടുകാരുടെയൊക്കെ ആവശ്യത്തിൽ സർക്കാർ അനുകൂലമായ നിലപാട് സ്വീകരിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഈ മരണം സംഭവിച്ച ശേഷം ആർത്തുകരയുന്ന അമ്മയെയും മക്കളെയും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ സംസ്കാര ചടങ്ങ് നടക്കുന്ന സമയത്ത് മകളുടെ ചികിത്സാ ആവശ്യത്തിനാണ് ബിന്ദു മെഡിക്കൽ കോളേജിൽ എത്തിയത്. ആ സമയത്താണ് ഈ ദുരന്തം സംഭവിക്കുന്നത്. അപ്പോൾ മകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. വലിയ മെന്റൽ ഷോക്കിലാണ് മകൾ ഉള്ളത് എന്ന് അവിടുത്തെ കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട്. ബന്ധുക്കൾ അത് സൂചിപ്പിക്കുന്നുണ്ട്. മാനസികമായ വലിയ പിരിമുറുക്കത്തിലാണുള്ളത്.